സ്ഥിരം കഴിക്കുന്നതാണ്. ഈ കാട ഫ്രൈ അങ്ങനെ എല്ലായിടത്തും കിട്ടുന്നതല്ല അല്ലേ? അല്ലേ? അത് ചിക്കനാണ് വേണ്ടത്. ഇതാണ് ഇവിടുത്തെ ചിക്കൻ ഫ്രൈ. വേറെ ഏറ്റവും സോസാണ് കൂട്ടാണ്, മസാലക്കൂട്ട്. പ്രത്യേക സവാള, തക്കാളി എല്ലാം മിക്സ് ചെയ്തൊരു കുഴമ്പ് രൂപത്തിലാണ്. സോസും കൂടെ ആകുമ്പോൾ ഗംഭീരമാവും. പിന്നെ ഇത് ആലപ്പുഴയിൽ ഇങ്ങനെ സംഭവം വേറെ എവിടെയും കിട്ടത്തില്ലല്ലോ? വേറെ എവിടെ ഇല്ല. ഇവിടെ തന്നെ പറഞ്ഞു ചീപ്പ് വില കുറച്ച് നന്നായിട്ട് കിട്ടുന്ന സ്ഥലം നമ്മുടെ കട. കാടമുട്ട ഇടാൻ പോവാം. ഔഷധ ഗുണമുള്ള മുട്ടയാണ് കാടമുട്ട. ശരീരത്തിന് നല്ലതാണ്. പിള്ളേർക്കൊക്കെ കൊടുത്തത്. കാടമുട്ടയ്ക്ക് എത്ര വില? 3 20 രൂപ. എല്ലാം 3 20 രൂപ. എല്ലാമേ 3 20 രൂപ. ഹായ്, നമസ്കാരം. ഞാനിപ്പം ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ വന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെറൈറ്റി ചിക്കൻ ഫ്രൈ കിട്ടുന്ന നമ്മുടെ ഒരു കടയിലാണ്. ഒരു ചെറിയ തട്ടുകട, നമ്മളെ പൊന്നുച്ചാമി ചേട്ടൻ്റെ തട്ടുകട. അവിടെ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ കിട്ടും. അതുപോലെ തന്നെ കാട ഫ്രൈ കിട്ടും. അതോടൊപ്പം തന്നെ കാട മുട്ട കൊണ്ടുള്ള ബജി കിട്ടും. അങ്ങനെ വ്യത്യസ്തമായ കുറേ ഫുഡ് കിട്ടുന്ന ഒരു കടയാണ് ഈ കുഞ്ഞു കട. അപ്പോൾ പൊന്നുച്ചാമി ചേട്ടൻ്റെ കടയിലെ രുചി വിശേഷങ്ങളുടെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. ഇതാണോ പൊന്നുച്ചാമി ചേട്ടൻ? അതെ. എപ്പടി ഇരിക്കേ? സുഖം. അത് ചേട്ടൻ്റെ കടയിലെ ഈ ഐറ്റംസ് ഒക്കെ ഒന്ന് കാണാൻ വന്നാൽ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ? ചിക്കൻ ഫ്രൈ ഉണ്ട്, കാട ഫ്രൈ ഉണ്ട്, കാടമുട്ട ഉണ്ട്, കാടമുട്ട ബജ്ജി. കഴിക്കാനായിട്ട് ചിക്കൻ കഴിക്കപ്പോൾ ചെറുതായിട്ട് എള്ള് കയറിയതാ. ചിക്കൻ കഴുകിയപ്പോഴോ? എള്ള് കുത്തിയതാ. അടിപൊളി ചിക്കനാ. അടിപൊളി ചിക്കൻ, സൂപ്പറാ. സ്റ്റാർട്ട് ചെയ്തോളൂ. തുടങ്ങി. എത്ര മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? 1 മണി 2 1:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. എത്ര മണി വരെ ഉണ്ട്? 9 മണി ക്ലോസ് ആവും. 9 ആവും. 9 മണിക്ക് തീരും. ഞാൻ തമിഴ്നാട്ടിൽ വന്നിട്ട് 26 കൊല്ലമായി. തമിഴ്നാട്ടിലെവിടാ? തേനി. എൻ്റെ സ്വന്തം സ്ഥലം സീപ്പാളക്കോട്ടയാണ്. അപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് ആദ്യം ഞാൻ കപ്പലണ്ടി കച്ചവടമായിരുന്നു. ഈ വിജിയുടെ വാതിക്കെ, ആലപ്പുഴ തന്നെ ഈ ജംഗ്ഷൻ്റെ വാതിക്കെ. അത് കഴിഞ്ഞിട്ട് ഒരു 18 കൊല്ലമായിട്ട് ബജ്ജി കച്ചവടം തുടങ്ങി. 18 കൊല്ലമായി ബജ്ജി കച്ചവടം. അപ്പോഴും ചിക്കനുണ്ട്, കാട ഫ്രൈ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് പഠിച്ചത് കോയമ്പത്തൂരിലെ ഉക്കടത്തിലാണ്. കോയമ്പത്തൂർ ഉക്കടത്തിലാണ് പഠിച്ചത്. കുറച്ച് പഠിച്ച് പിന്നെ ഇവിടെ വന്നിട്ട് ചെറുതായിട്ട് തുടങ്ങി. കുഴപ്പമില്ല. അപ്പോൾ നല്ല കച്ചവടം. കാടമുട്ടയുണ്ട്, കാടക്കോഴിയുണ്ട്, എല്ലാം ഉണ്ട്. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. തുടങ്ങിയപ്പോഴൊക്കെ ഈ ചിക്കൻ ഫ്രൈ ഇതുപോലെ തന്നെയായിരുന്നു? തുടങ്ങിയപ്പോൾ കുറച്ച് പോയി. ഇപ്പോൾ ഇച്ചിരി കൂടുതലായിട്ട് കച്ചവടമാണ്. ചിക്കൻ ഫ്രൈ എവിടെ നിന്നാണ് പഠിച്ചത്? അവിടെ നിന്ന് കോയമ്പത്തൂർ ഉക്കടത്തിലാണ്. ചെറിയ പീസാക്കി. എല്ലാവർക്കും ഇഷ്ടം തോന്നുന്നു. നല്ല. ആദ്യം അവർ പഠിപ്പിച്ചു തന്നില്ല. പിന്നെ പതുക്കെ അവരുടെ കൂടെ പാത്രമൊക്കെ കഴുകി കൂടെയൊക്കെ നിന്ന് ചെറുതായിട്ട് പഠിച്ചു വന്നപ്പോൾ ആദ്യം ബീച്ചിൽ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ബീവറേജിൻ്റെ വാതൊക്കെ തുടങ്ങി. പിന്നെ ബീവറേജൊക്കെ മാറി പിന്നെ ഇവിടെ കച്ചവടം തുടങ്ങി. ഇപ്പം നല്ല കച്ചവടമാണ്. ഫാമിലീസൊക്കെ പിള്ളേരൊക്കെ എല്ലാവരും വരുന്നുണ്ട്, എല്ലാവരും സഹായിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലേക്ക് ഒരുപാട് വീഡിയോ വരുന്ന പിള്ളേർക്ക് ഇഷ്ടം പോലെ എടുക്കുന്നുണ്ട്. പൊന്നുച്ചാമി. എൻ്റെ പേര് പൊന്നുച്ചാമി. ഇത് എൻ്റെ അനിയന ആനന്ദ്. ഞങ്ങൾ രണ്ടുപേരും കച്ചവടം ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് ഇതാണ് ഇവിടുത്തെ ചിക്കൻ. നമ്മുടെ ചിക്കൻ ഡെയിലി രാവിലെ നല്ല വൃത്തിയാക്കി മാർക്കറ്റിൽ ഡെയിലി 5 കിലോ 6 കിലോ ഇതെടുക്കും. തീർന്നനുസരിച്ച് അവർ നമ്മൾ വിളിച്ച് പറഞ്ഞാൽ അവർ കൊണ്ടുവന്ന് തരും. നല്ല വൃത്തിയായിട്ട് കൊടുക്കും. ചിക്കൻ അമ്മ നല്ല വൃത്തിയായിട്ട്. മസാലയൊക്കെ ഞാനാ ചെയ്യുന്നതല്ല, സ്വന്തമായിട്ട് ചെയ്യും. സീക്രട്ട് അതൊന്നും പറയത്തില്ല. മസാല പറയത്തില്ല, കാര്യം ഇത് മാത്രമേ പറയത്തില്ല. മസാലയൊക്കെ ഞാൻ മിക്സിയൊക്കെ അരച്ചെടുക്കും. അപ്പോൾ തികയാതെ മുളക് പൊടിയൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കും. മുളക് പൊടി ഇച്ചിരി മസാലയൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ശരിയാക്കിയെടുക്കും. നല്ല വൃത്തിമയമായിട്ടുണ്ട്. യാതൊരു ഇതുമില്ല. ഇത് ആലപ്പുഴയിൽ ഇങ്ങനെ സംഭവം വേറെ എവിടെയും കിട്ടത്തില്ലല്ലോ? വേറെ എവിടെ ഇല്ല. ഇവിടെ തന്നെ ചീപ്പ് വില കുറച്ച് നന്നായിട്ട് കിട്ടുന്ന സ്ഥലം നമ്മുടെ കട. 120 ഗ്രാമിന് 60 രൂപ. 120 രൂപ. ചമ്മന്തി സവാളയൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് കൊടുക്കും. കാട ഫ്രൈ കാണുമ്പോൾ നമ്മളെ തമിഴ്നാട് മറ്റേ കൊടൈക്കനാലും ഊട്ടിയൊക്കെ പോകുമ്പോൾ ഇതുപോലെ തൂങ്ങിക്കിടക്കണം കാടക്കോഴി അതുപോലെ തോന്നുന്നു. അങ്ങനെ അവിടെ നിന്ന് പഠിച്ചു വന്നതാ. ഇത് കഞ്ഞിക്കുലിയിൽ നിന്ന് എടുക്കുന്ന കട, ഒരു വീട്ടിൽ വളർത്തുന്ന കടയാ. മുട്ടയിടുന്ന കടയാ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഒരെണ്ണം 120 രൂപ. 120 രൂപ. അത് 130 ഗ്രാം 140 ഗ്രാം. ഇത് അങ്ങനെയാണ് കൊടുക്കുന്നത്.
120 ഗ്രാമാ. അത് 120 കാണത്തില്ല, അതിന് കൂടുതലേ കാണത്തുള്ളൂ. കറക്റ്റ് നമ്മൾ തൂക്കാൻ പറ്റും. നന്നായിട്ട് വറുക്കുക. ആദ്യം പകുതി വേവിച്ച് വെക്കുക. ചൂടായിട്ടേ കൊടുക്കത്തുള്ളൂ. ചൂടായിട്ട് ഉടനെ കൊടുക്കും. പിള്ളേർ കഴിക്കുന്നില്ല, ചൂടായിട്ട് കഴിക്കും. ചമ്മന്തിയും കൂട്ടി കഴിക്കുമ്പോൾ ചമ്മന്തി, സവാള, പെപ്പർ ഇതൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അടിപൊളിയാണ്. ചിക്കൻ ഫ്രൈ ഞങ്ങൾക്കുള്ള ചിക്കൻ ഫ്രൈ അവിടെ റെഡി ആവുന്നത്. അതെ അതെ. അതിന് മുമ്പ് ഇത് താൽക്കാലികമാണോ? അതെ അതെ. മുട്ട ബജിയാണ് ഞാൻ കഴിച്ചോണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും. മുട്ട ബജി ആയിട്ടില്ല. അതാ പ്ലേറ്റ് അങ്ങോട്ട് ആയിട്ടില്ല. മുട്ട ബജി ആകുന്നതേ ഉള്ളൂ. മുട്ട ബജിയാണ് സ്പെഷ്യൽ ഇവിടുത്തെ അല്ലേ? കാടമുട്ട. കാടമുട്ടയുണ്ട്, സാധാ മുട്ടയുണ്ട്. 2 ബജിയുണ്ട് അല്ലേ? ഇവിടുത്തെ ചട്നിയാണ് ഏറ്റവും ഫേമസ്. ഈ ചട്നി അല്ലേ? ഈ ചട്നിയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. അടിപൊളി സാധനമാണ്. സ്ഥിരം വരുന്നുണ്ടോ അവിടെ? ഇവിടെ സ്ഥിരം വരും അല്ലേ? നിനക്ക് ഇഷ്ടമാണോ? അവൻ്റെ മെയിൻ ആയിട്ടുള്ള സാധനം ഇത്. സാധനം വന്നല്ലോ. അവന് ചിക്കനാണ് വേണ്ടത്. ഇതാണ് ഇവിടുത്തെ ചിക്കൻ ഫ്രൈ. കാട ഫ്രൈ ഇട്ട് വെളുത്തുള്ളിയും വേപ്പിലയും ഇട്ട് അത് നന്നായിട്ട് മുറിഞ്ഞ് വരുമ്പോൾ കണ്ട തമിഴ്നാട് സ്റ്റൈലാണോ? അതന്നെ. ഇല്ലല്ല, അങ്ങ് തമിഴ്നാട് സ്റ്റൈലാണ്. 120 ഒരെണ്ണം. ഒരു കാട ഇത് ഇപ്പോൾ എടുക്കുന്നുണ്ടാ, വെന്തുകൊണ്ടിരിക്കുന്നുണ്ടാ. റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാട ഫ്രൈ ഉണ്ട്, കാടമുട്ട ബജിയുണ്ട്, മുട്ട ബജിയുണ്ട്. കൂടാതെ നമ്മുടെ ഈ ചിക്കൻ ഉണ്ട്, പച്ചക്ക ഉണ്ട്. എടുത്ത് കാണിക്കുക. കാ ബജിയുണ്ട്, മുളക് ബജിയുണ്ട്. അല്ലേ? എടുപ്പാ. കാട ഫ്രൈ അങ്ങനെ അധികം സ്ഥലത്ത് കിട്ടാറില്ല. കാട ഫ്രൈ വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി അല്ലേ? നമ്മുടെ കടയിൽ വന്നാൽ മതി. പൊന്നിച്ചാമ്പിച്ചേട്ടാ തകർപ്പിക്കാം. അത് കുരുമുളക് പൊടിയാ. കുരുമുളക് പൊടിയാ. ഇച്ചിരി ചമ്മന്തി കൂടി വയ്ക്കാം. അതിൻ്റെ കൂടെ ചമ്മന്തി. നമ്മൾ മുളക് ചട്നിയാണ്. നമ്മൾ എല്ലാം വാഴയില കൊടുക്കുന്നത്. സ്ഥിരം കഴിക്കുന്നതാണ്. ഈ കാട ഫ്രൈ അങ്ങനെ എല്ലായിടത്തും കിട്ടുന്നതല്ല അല്ലേ? അല്ലേ? ചൂടല്ലേ? ഇവിടെ ഞങ്ങൾ മിക്കപ്പോഴും വരുന്നതാണ്. കാട ഫ്രൈ കഴിക്കും, ചിക്കൻ ഫ്രൈ എല്ലാം കഴിക്കുന്നത്. സോസുമായിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. പ്രത്യേക മസാല. ചിക്കൻ ഫ്രൈ കാട്ടി പൊരിയാൻ തോന്നുന്നല്ലോ. അതെ. മുട്ട ബജിയാണ് റെഡിയാകുന്നത്. കോഴിമുട്ട. ഇത് കോഴിമുട്ടയാണോ? കോഴിമുട്ടയാണ്. കാടമുട്ട എന്തിയെ? കാടമുട്ട ഉണ്ട്. കാടമുട്ട അത് പൊളിച്ചു വെച്ചിരുന്നുണ്ട. കാടമുട്ട ഇട്ടോ? കാടമുട്ട ഇടാൻ പോവാം. ഔഷധ ഗുണമുള്ള മുട്ടയാണ് കാടമുട്ട. ശരീരത്തിന് നല്ലതാണ്. പിള്ളേർക്കൊക്കെ കൊടുത്തത്. കാടമുട്ടയ്ക്ക് എത്ര വില? 3 20 രൂപ. എല്ലാം 3 20 രൂപ. എല്ലാമേ 3 20 രൂപ. കാടമുട്ട പിള്ളേർക്കൊക്കെ നല്ലതാണ്. ചുമക്കൊക്കെ നല്ലതാണ്. കാടമുട്ട ഒരുപാട് കിട്ടത്തില്ല. ഫാമിൽ നിന്ന് എടുക്കും. കഞ്ഞിക്കുള്ളിലുണ്ട് ഫാം. അവിടെ നിന്ന് അവർ കൊണ്ടുവന്ന് തരും. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനമാണ് കാടമുട്ട. മുട്ട ബജിക്കും 20 രൂപ. 3 20 രൂപ. എല്ലാം 3 20 രൂപ. മിക്കപ്പോഴും വന്ന് ട്രൈ ചെയ്യുന്നത് ഇവിടെ വന്നിട്ട്. മിക്കപ്പോഴും ട്രൈ ചെയ്യുന്നത്. ചിക്കൻ ഫ്രൈ ആണ് ട്രൈ ചെയ്യുന്നത് എപ്പോഴും. 65 പിന്നെ കാടയും ട്രൈ ചെയ്യാറുണ്ട്. ആണല്ലേ? കാട ഫ്രൈ ഉണ്ടല്ലേ? കാട ഫ്രൈ ഉണ്ട്. നമ്മളെ ആ പ്രൈസിന് വെറുത്താണ് സാധനം. സാധാരണ നമ്മുടെ കിട്ടുന്ന രീതിയിലല്ല. അല്ല, പ്രിപ്പറേഷൻ വേറെ രീതിയിലാണ് ചെയ്യുന്നത്. ഇതും കൊള്ളാം അല്ലേ? വേറെ ഏറ്റവും സോസാണ്, കൂട്ടാണ്, മസാലക്കൂട്ട്. സവാള, തക്കാളി എല്ലാം മിക്സ് ചെയ്തൊരു കുഴമ്പ് പരുവത്തിലാണ്. സോസും കൂടെ ആകുമ്പോൾ ഗംഭീരമാവും. പിന്നെ അതുമല്ല, ചൂടല്ലേ കിട്ടത്തുള്ളൂ. എപ്പോഴും ഫ്രഷ് ആയിരിക്കും. ചിക്കൻ ആണെങ്കിലും ഫ്രഷ് ആയിരിക്കും സാധനം എപ്പോഴും. ഒരു ദിവസം ഇപ്പോൾ എത്ര ബജിക്ക് പോകുന്നുണ്ട്? കാടമുട്ടയാണ് 500 എണ്ണം പോകും. 500 കാടമുട്ട പോകും. നമ്മുടെ ചിക്കൻ ഇപ്പോൾ എത്ര പോകുന്നുണ്ട്? ചിക്കന് 10 കിലോ എടുത്ത് പോകും.
10 കിലോ 10 കിലോ അത് തന്നെ 9 മണി നേരം കൊടുക്കണ്ടേ. ഇത് രണ്ടടുപ്പും കത്തിച്ച് എല്ലാം റെഡിയായി കൊടുക്കുമ്പോൾ തന്നെ ഒരു പരിവാകും. ഓരോ പ്ലേറ്റല്ലേ കൊടുക്കുന്നത്, ഒരു പ്ലേറ്റ് 2 ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇച്ചിരിച്ചായിട്ട് കൊടുക്കുമ്പോൾ ഒരുമിച്ച് വാങ്ങിക്കത്തില്ലല്ലോ. അപ്പോൾ കുറച്ച് കൊടുക്കുമ്പോൾ കുറച്ച് 1/4 കിലോ 1/2 കിലോ ഒക്കെ പോകുന്നുണ്ട്, എല്ലാവരും വാങ്ങിക്കുന്നുണ്ട്. അവിടെ എങ്ങനെയുണ്ട് കാടമുട്ട? മുത്തുപോലെയാണ്, അടിപൊളി കാടമുട്ടയാണ്. അടിപൊളിയാണ്. ഇവിടെ എപ്പോഴും ചൂട് സാധനം കിട്ടത്തുള്ളൂ. ചൂടായിട്ട് എല്ലാം കാടമുട്ട കോഴിമുട്ട എല്ലായിട്ട് ചൂടായിട്ട് കിട്ടും. ഇല്ല എല്ലാം ചൂടാണ്. എല്ലാം അപ്പം ഉടനെ പൊരിച്ചു കൊടുക്കുക. ഇത് എടുക്കുന്നില്ല, ഉടനെ പൊരിച്ചു കൊടുക്കുക, ചൂടായിട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പം പൊന്നുച്ചാമി ചേട്ടൻ കടയിൽ എല്ലാ സാധനവും ചൂടാണ് അല്ലേ? ഓക്കെ. ചേട്ടൻ ചൂടാണോ? ഇല്ല, ഞാൻ ചൂടില്ല. എന്തോ കാടമുട്ടയാണോ? ഇവിടെ സ്ഥിരം വരുന്നതാണോ? ആണോ? എങ്ങനെയുണ്ട് ഫുഡ്? അല്ലേ, അടിപൊളി. കാടമുട്ടയൊന്നും വേറെ അധികം സ്ഥലത്ത് കിട്ടാറില്ല അല്ലേ? ഇല്ല. കഴിച്ചോ? ചിരിച്ചോണ്ടിരിക്കാതെ. ഞാൻ ജനിച്ചത് മാത്രമേ അവിടെ, വളർന്നതൊക്കെ ആലപ്പുഴയിലാണ്. ആമാ, ഇവിടെയാണ് എല്ലാം നമ്മുടെ സ്വത്തും. മലയാളമൊക്കെ ശരിക്കും അറിയാം, നല്ല രീതിയിൽ അറിയാം. പിന്നെ ഇവിടെ എനിക്ക് കൂട്ടുകാരന്മാർ ഇഷ്ടംപോലുണ്ട്, എല്ലാവരും സഹായിക്കുന്നുണ്ട്, കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്നുണ്ട്, സന്തോഷമായിട്ട്. എല്ലാവരും പറയും ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് ഇങ്ങനെ പറയും. പക്ഷേ എൻ്റെ ദൈവത്തും പോലുണ്ടാക്കിയത് ആലപ്പുഴ പട്ടണമാണ്. ആലപ്പുഴ. ഞാൻ ജനിച്ചത് മാത്രമേ അവിടെ ഉള്ളൂ. ബാക്കിയെല്ലാം എൻ്റെ ജീവിതം നമ്മുടെ വീട്ടിലെ ഒരു ചെറിയ ഈർക്കിളി പോലെ ഇവിടെ നിന്ന് ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ്. പിന്നെ വീഡിയോ കാണുന്നവരൊക്കെ നമ്മളെ സഹായിക്കണം, എൻ്റെ കൂട്ടുകാരന്മാർക്ക് സപ്പോർട്ട് ചെയ്യണം, എൻ്റെ കടയിൽ വരണം, എൻ്റെ കടയിൽ തന്നെ വന്ന് കഴിക്കണം. അതാണ് ലൊക്കേഷൻ. മുല്ലക്കൽ ശ്രീരാം മന്ദിരത്തിൻ്റെ വാതിക്കൽ, ശ്രീരാം മന്ദിരം, ഭീമൻ്റെ ശ്രീരാം മന്ദിരത്തിൻ്റെ വാതിക്കൽ. ഇല്ല, ശ്രീരാം മന്ദിരം, ഇത് ഓഡിറ്റോറിയമാണ്. അതിൻ്റെ വാതിക്കാണ്. ശ്രീരാം മന്ദിരം ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ അറിയാം. ചോദിച്ചാൽ മതിയല്ലോ, ആലപ്പുഴ ഫേമസ് ആയില്ലേ? താങ്ക് യു. നന്ദി. അപ്പോൾ ഇതാണ് നമ്മുടെ പൊന്നുച്ചാമി ചേട്ടൻ്റെ കടയിലെ വ്യത്യസ്തമായിട്ടുള്ള ആ ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. ചൂട് ചിക്കൻ ഫ്രൈ മാത്രമേ ഇവിടെ കൊടുക്കാറുള്ളൂ. കാരണം നമ്മൾ ഓർഡർ ചെയ്താൽ അപ്പം തന്നെ ചൂടാക്കി ഫ്രൈ ചെയ്ത് നമുക്ക് തരികയാണ്. അതിനോടൊപ്പമാണ് ഇവിടുത്തെ സ്പെഷ്യൽ സാധനമായിട്ടുള്ള ഈ കാടമുട്ട. ഇത് കൂടാതെ കാട ഫ്രൈ ഉണ്ട്, പിന്നെ മറ്റു ചില ബജ്ജികളൊക്കെ തന്നെ ഉണ്ട്. അപ്പം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാം. അത് കൂടാതെ ഈ സോസൊക്കെ അടിപൊളി സോസാണ്. സംഭവം നല്ല ചൂടായതുകൊണ്ട് തന്നെ സൂപ്പറാണ്. ഇത് കാടമുട്ടയാണ്. സാറിന് എല്ലായിടത്തും നമ്മൾ സാധാ മുട്ട ബജി കിട്ടാറുണ്ട്, പക്ഷേ ഈ കാടമുട്ട അപ്പം നല്ല ചൂട് ഇതാണ്ടേ ചിക്കൻ ഫ്രൈ കഴിക്കാൻ കൊതിക്കുന്നവർ, ആഗ്രഹിക്കുന്നവർ നമ്മുടെ ആലപ്പുഴയിൽ വരിക. ആലപ്പുഴ പഴയ ഭീമ, അതിൻ്റെ അടുത്താണ് നമ്മളെ പൊന്നുച്ചാമി ചേട്ടൻ്റെ ഈ കട. ചെറിയ തട്ടുകടയാണ്, പക്ഷേ ഇന്നിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് നിറഞ്ഞു വയ്ക്കുന്ന ഒരു കടയാണിത്. അവിടുത്തെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫുഡാണ് ഈ ചിക്കൻ ഫ്രൈ, അല്ലെങ്കിൽ ചിക്കൻ 65 എന്നൊക്കെ പറയാം. നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ഇത് ചൂടാക്കി തരുന്നു, ഫ്രൈ ചെയ്ത് തരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ എല്ലാവരും വരിക, ആലപ്പുഴയിലെ നമ്മളെ പൊന്നുച്ചാമി ചേട്ടൻ്റെ കടയിലേക്ക് വരിക, ഇതുപോലുള്ള നല്ല ഫുഡൊക്കെ കഴിക്കാം.